ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു വികാസമാണ്. ബിഗ് ബാങ്ങിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം നടന്നിരുന്നു. നമ്മൾ കോസ്മിക് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. 10⁻⁻36 സെക്കൻഡുകൾ കൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം മാത്രമുണ്ടായിരുന്ന പ്രപഞ്ചം ഒരു മുന്തിരിങ്ങയുടെ അത്രയും വലിപ്പത്തിലേക്ക് മാറി. 10⁻⁻36 സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു സമയമാണ്. 0 ഇട്ടതിന് ശേഷം 35 പൂജ്യങ്ങൾ എഴുതി ഒരു 1 എഴുതുന്ന അത്രയും ചെറിയ ഒരു സെക്കൻഡാണ്. ആ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും വലിയ മാറ്റം സംഭവിച്ചത്. നമുക്കറിയാവുന്ന ഫിസിക്സ് അനുസരിച്ച് അത്രയും വേഗത്തിൽ ഒരു കാരണവശാലും പ്രപഞ്ചത്തിൽ വികസിക്കാൻ സാധിക്കില്ല. പിന്നീട് അലൻ ഗൂത്തിനെ പോലുള്ള ഗവേഷകർ പല സൊല്യൂഷനും അതിൻ്റെ കാരണമായിട്ട് മുന്നോട്ട് വെച്ചു. അത് ഇപ്പോഴും ഹൈപ്പോത്തസിസ് തന്നെയാണ്. അത്തരത്തിൽ ഒന്നാണ് കോസ്മിക് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഫീൽഡ് പലതരത്തിലുള്ള മാറ്റേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ പദാർത്ഥങ്ങളായിട്ടും റേഡിയേഷൻസ് ആയിട്ടും മാറി. അത്തരത്തിൽ ഫീൽഡ് ഇങ്ങനെ റേഡിയേഷൻസ് ആയിട്ടും പദാർത്ഥങ്ങളായിട്ടും മാറിയത് കൊണ്ടാണ് വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് പ്രപഞ്ചത്തിന് ഇത്രയധികം വലിപ്പം വയ്ക്കാൻ സാധിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. അതിപ്പോഴും ഒരു ഹൈപ്പോത്തസിസ് തന്നെയാണ്. പക്ഷേ ആ ഹൈപ്പോത്തസിസ് ശരിയാവുകയാണെങ്കിൽ ഇന്ന് ഉത്തരം കിട്ടാതിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും അത് ഉത്തരമായിട്ട് മാറും. എന്നാൽ അത് തെറ്റാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രപഞ്ചം അത് യാഥാർത്ഥ്യമല്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും തെറ്റാണെന്ന് പറയേണ്ടി വരും. ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ചോദ്യങ്ങളും അവശേഷിക്കും. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.